ബ്രോ ഇപ്പൊ ഒരു ആള് അവൻ മാത്രം നേരം വന്നില്ല, ബാക്കി എല്ലാരും കേറിച്ചിട്ടില്ല. കണ്ണാപ്പി എന്താ സിറ്റുവേഷൻ എന്താ പറഞ്ഞ സിറ്റുവേഷൻ എന്താ? സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോലനും ഇവനോട് അങ്ങോട്ടേക്ക് ഞാൻ ചോദിച്ചത് പഴയ പണ്ടത്തെ ബ്രോക്കൺ അല്ലേന്ന് ചോദിച്ചു. ആര്? ലോലൻ ചോദിച്ചു. പണ്ടത്തെ ബ്രോക്കർ അല്ലേ? ബ്രോക്കൺ മറ്റേ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ബ്രോക്കൺ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പണ്ടത്തെ ബ്രോക്കൺ അല്ലെന്ന് പറഞ്ഞു. ടി ജെ ഇവരുണ്ടായിരുന്നല്ലോ, തല്ലുള്ളി ബ്രോക്കൺ, നമ്മുടെ പണ്ടത്തെ ബ്രോക്കൺ അല്ലെന്ന് ചോദിച്ചു. അപ്പം മറ്റവൻ പറഞ്ഞ ഇത് പണ്ട് മറ്റേ ബെല്ലാലിലുണ്ടായിരുന്ന അടിപൊളി അങ്ങനെ എന്തോ രീതിയിലാണ് പറഞ്ഞത്. കറക്റ്റ് എനിക്ക് അറിഞ്ഞോടെ ലോലനാണ്. അപ്പം ലോലിനെ തിരിച്ചു കൊണേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണേ. അതാണ് സംഭവം. അവരുടെ ജിമ്മിലാണ് പറഞ്ഞത്. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു പൈ ഉരുണ്ടുരുണ്ട് പോണ് ജിമ്മി പോകുമ്പോഴത്തേക്കും. ഇവനെ കണ്ടു കഴിഞ്ഞോണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഫാദർ സംസാരിക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഗെയിമിൽ കേറുമ്പോ അന്യനാവൂടാ. നിനക്ക് ഇത്ര നാക്കുണ്ടാടാ നിനക്ക്? നീ നിന്റെ നാക്ക് നീ ജിമ്മിൽ വരുമ്പോ നിന്റെ നാക്ക് ഇളക്കി വെച്ചിട്ടാണ് പറഞ്ഞത് നീ? അല്ല ഞാൻ അറിയാവുന്ന ചോദിക്കാണ് എനിക്ക്. നീ ഇവിടെ വേറൊരാള്, നീ അവിടെ നാട്ടിൽ വേറൊരാള്, നീ ശരിക്കും ആരാ? അമരോള എന്ത് നിനക്ക്? അമരോള എന്ന് പറയാൻ നിനക്ക് എന്താ പുച്ഛോ? നിനക്ക് നീ എന്നാ അമരോള ചെക്ക് പോസ്റ്റ് ഇപ്പുറത്തെ കാലുവിട്ടോലെ പിന്നെ ചെക്ക് പോസ്റ്റ് അടച്ചിട്ട് വർഷങ്ങളായി. ആൾക്കാരടുത്ത് ബ്രോക്ക വരാതിരിക്കുന്ന ഇവരെ പിടിച്ച കക്കൂസ് കഴിച്ചാലോ? സുൽത്താൻ വിളിച്ചൊക്കെ പറ്റുമോ? ചന്ദ്രു സുൽത്താൻ ഓടിക്കോ 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 ഓടിക്കോ. ഇവനെ തല്ലിക്കഴിഞ്ഞാൽ അവന്മാരെല്ലാരും വരും. പിന്നെ അവരെല്ലാം ഓർക്കൂട്ട് ഇറക്കണം. ഇറക്കി വന്നേ വന്നേ ഒത്തിരി വണ്ടി വരുന്നേ വണ്ടി വരുന്നേ. വണ്ടിക്കെന്തൊരു ഇഷ്യൂ ഉണ്ടോടാ? അത് അമരന്റെ എംആർസി വണ്ടിയാണോ അത്? വണ്ടി ചന്ദ്രു മുച്ചിരിയൊക്കെ വണ്ടി എടാ. ഇനി ഇതിനകത്തോട്ട് കയറില്ല, അതായത് ഈ പാർക്കിംഗ് സ്ലോട്ടിന്റെ മണ്ടയ്ക്കോട്ട് കയറരുത്. കാരണം അവർ കയറും ഇതിനകത്തോട്ട് കേട്ടോ. ഇതിനകത്ത് ഇനിയും വണ്ടി കയറണ്ട. ഇവിടെ ഓൾറെഡി ഞങ്ങൾ 4 പേര് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാത്തിനും ടയറും പൊട്ടിച്ച് തരാം, ലേസർ ചെയ്ത് തരാം. എടാ ഒരു വണ്ടി ഇൻഫോ എടുക്കാൻ കറങ്ങുന്നുണ്ട്, നോക്കി നോക്കോ ആ വണ്ടി. ഒരു വണ്ടി പാർക്കിംഗ് കയറിയേ മേലോട്ട് വരുന്നുണ്ട്. അവനെ പണം വെയിറ്റ് ചെയ്യണ. കിച്ചുള്ള വണ്ടി ഇങ്ങോട്ട് ഉണ്ടോ? എല്ലാരും വണ്ടി കയറുന്നു. മൂന്ന് വണ്ടി വരുന്നുണ്ടാ. എടാ മുച്ചിരി അളിയാ, വണ്ടി കയറാ മുച്ചിരി. എണ്ണം കുറയ്ക്കേ. വണ്ടി കയറാം മുച്ചിരി. ഹലോ എന്തൊക്കെ പറയാനല്ലോ അവിടെ? ആദ്യം ടീച്ചറിന്റെ കാര്യം പറഞ്ഞേ. എടാ നീയേ ആദ്യം പറഞ്ഞേ. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത്? നമ്മുടെ എല്ലാവരും ഹോസ്റ്റലിൽ ഇരിക്കുന്നത്. ഹോസ്റ്റലുണ്ടോ നമ്മുടെ? റിപ്പയർ ഉണ്ടോ പിക്ക് ചെയ്യോ? ഒരാൾ പോയാൽ
എനിക്ക് അടിയും കൊണ്ട് കിടക്കാൻ തീട്ടാവേ. അതിലിപ്പോ എന്താ എടാ, ബ്രോക്കർ അതല്ല ബ്രോ, ഞാൻ സത്യമല്ലേ? അല്ലല്ല, ഒരു മിനിറ്റ്. ആ അല്ലല്ല ഞാൻ കയറിയതാ ഞാൻ കയറിയതാ ഡേയ് അമ്മ ഇത്രയും പേരെ കൊണ്ടുവന്ന് ഓശാന പാടാന്നല്ല അടിക്കാൻ വേണ്ടല്ലേ പിന്നെ കുണക്കിൽ എത്താൻ പറ അമ്മയുടെ അടുത്ത് ഉണക്കുന്ന അവന്റെയൊക്കെ കൊനാകുമ്പോ മാസടിക്കാൻ വന്നേ പക്ഷെ ഊരിപ്പോയി. സാർ സാർ സോറി മാതാര സോറി. എടാ അവിടെ അടി പൊട്ടിയാലേ അവിടത്തെ നോട്ട് അടിച്ചോണേ കേട്ടോ. നിങ്ങക്ക് ഹൈ ഗ്രൗണ്ടിൽ കവർ ഉണ്ട് കേട്ടോ. ധൈര്യമായിട്ട് അടിച്ചോണം. മറ്റേ വണ്ടികൾ ഇരുന്ന് കറങ്ങത്തേ ഉള്ളൂ. നീ കാര്യം പറയണ കാര്യം പറഞ്ഞിട്ട് പോടാ. കാര്യം പറഞ്ഞു 12 ബ്രോക്കൺ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അറിയത്തില്ല ബ്രോ, 12 ബ്രോക്കൺ ആണോ അറിയത്തില്ലെന്നേ പറഞ്ഞോളൂ. അവൻ പറഞ്ഞ് പണ്ട് TG അടി കൊണ്ടുകൊണ്ടിരുന്ന ബ്രോക്കൺ ആണോ ചോദിച്ചു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ സത്യമില്ല, അവൻ പറഞ്ഞ സത്യമില്ല. എന്തെങ്കിലും കള്ളമുണ്ടോ? ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ അത് നീ ആദ്യം പറഞ്ഞേ മോനെ, നീയാണ് ആദ്യം പറഞ്ഞേ ടീച്ചറിന്റെ കാര്യം മനസ്സിലായോ? അതേപോലെ ഞാനും ചോദിച്ചേ ബെല്ലാരി അടി കണ്ടിട്ടുണ്ടോന്ന്. അത്ര അപ്പൊ നീ എന്നെ എപ്പോഴാ ടീച്ചർ അടിച്ചേ? എന്താണ് നിന്നെ അടിക്കാത്ത? എന്താണ് നിന്നെ എന്താണ് അടിക്കാത്ത? എന്താ പൊട്ടു അടി പൊട്ടും പൊട്ടിച്ചിരിക്കും. മനസ്സിലായോ ചന്ദ്രു? അമ്മേടാ കാറ്റായിട്ട് ചന്ദ്രൻ അറിയോ? കാട്ടാകര ചന്ദ്രൻ അറിയോ? എടാ ആ ബിലീവ് ആ കുടങ്ങനെ കൊന്നോടാ അവിടെ ഇട്ട് അടിയടാ അവനവിടെ ഇട്ട്. ഒരു റേഡിയോയിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. മനസ്സിലായോ ചേട്ടാ? അടിക്കണം ഇതുണ്ടെങ്കിൽ റേഡിയോയിൽ ഡബിൾ ടാപ്പ് അങ്ങ് ചെയ്താൽ മതി. അടിച്ചോളൂ. സിറ്റുവേഷൻ തുടങ്ങിയ ആളാരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറ. അല്ലാതെ അവന് ഭയങ്കര കൊണയായിരുന്നു. അവന് ഭയങ്കര കൊണയായിരുന്നു. വേറെ നോക്കണ്ട. ചന്ദ്രൻ പോയി കൂട്ടിപ്പോയി കുത്തി ചന്ദ്രു. അടി പൊട്ടിക്കാണെ അവിടെ ഉള്ളവന്മാരെ കൊന്നുകളയണേ. കണ്ണാപ്പി പോയി വാർണിംഗ് ഫയർ കൊടുക്കണേ. നീ മറ്റേ മാർക്കറ്റ് കുത്തി നമ്മുടെ ഓൺഫുട്ടുള്ള വണ്ടി നോക്കിക്കോണേ. ഹലോ ചവിട്ടിട്. ഞാൻ പറയട്ടെ അവര് ഈ സൈഡാണ് കൂടുതൽ ആൾക്കാരും. സംസാരിക്കില്ലേ? അത് കിടു ബെല്ലാരിലുണ്ടേ. എനിക്കവരെന്ന് അറിയണം കേട്ടോ. അല്ല ഇവരൊന്നും സംസാരിക്കില്ല. ഇവരാരും സംസാരിക്കുന്നില്ല. അതറിയില്ല. ഞാൻ മറിച്ചിട്ടില്ല അല്ലല്ലോ ബ്രോ. ചന്ദ്രനല്ലേ ചന്ദ്രനല്ലേ കോളേജ്. വണ്ടി കയറാ. അടിക്കിറങ്ങണ ഇത് പൊട്ടന്മാരാ ഈ രണ്ട്. അടിക്കിറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറില്ല കേട്ടാ. സംസാരിക്കാതെ അടിച്ച് കൊല്ലവനെ. ഫ്രണ്ട് ചന്ദ്രു എടാ അടിക്കാണി കുഴപ്പമില്ല. ഇവന്മാരെല്ലാം ലോങ്ങില്ല. ഇവിടെ അറ്റത്തൊക്കെ കൊണ്ടുവന്നൊരു നിർത്തി ക്ലോസ് ഉള്ളവരൊക്കെ ഫ്ലാഷ് അറിയാ നോക്കല്ലേ. ഫ്ലാഷ് ചന്ദ്രു 8 വണ്ടി ഒരു ഡ്രൈവർ
ചന്ദ്രൻ തരും വാണി പേര് കൊടുത്തില്ല മോളി കുത്തിയേക്കല്ല മണ്ടത്തരാണ് കളിക്കും നമുക്കുത്ത് ബാക്കിലുണ്ട് ഇങ്ങോട്ട് ഈ മാർക്കറ്റ് തള്ളിയടി ഇവിടെ നിറച്ചാളെ എടാ പാർക്കിന് താഴ്ന്ന് അടിച്ചടിക്കണടാ ചാവില്ലേ പണം എടുത്തിട്ട് അലക്കി പണമാരെ പണ്ണട അമ്മരെ എറിഞ്ഞു ഇവിടുത്തെ മണ്ണ് ഇടിച്ചോളടാ അവൻ കാണിച്ചണ്ട അതായത് വൺ വേ എടുത്ത് കുറെ കില്ലെടുത്ത് മാസം കാണിക്കാൻ ചെയ്തവൻ അടികൊള്ളാരെ യോഗം മോളിന്റെ നാക്കൊക്കെ എടാ ഞാൻ കാര്യം വേണ്ട ആ കുറച്ച നമ്മളെ 3 പേരെന്തോണ് ഇത്രയും കണ്ടികളെ അടിച്ചിട്ട് ഡൗൺ ആയി ഇത്രയും കണ്ടികളെ അടിച്ചിട്ട് നിന്റെയൊക്കെ പുറത്തൊക്കെ നിർത്തി വായിത്താൽ മതി നിനക്ക് അകക്കൂടെ കൊടുക്കണം നിന്റെയൊക്കെ തരാൻ നിനക്ക് എടാ ഇത് ഇൻസിലല്ലേ കൊണ്ടുവരാൻ
വേറൊരു കാര്യം കൂടെ പറയാം. റേഡിയോയില് നമുക്ക് ആവശ്യമില്ലാത്ത ഇത് വേണ്ട എന്ന് വെച്ചാൽ കോള് വേണ്ട. അത് ചിലപ്പോ നല്ല ഇൻഫർമേഷൻ കുറെ മിസ് ആവുന്നുണ്ട്. പറഞ്ഞിട്ട് കാണുന്ന പോലും ഇല്ലാരും. ആ മനസ്സിലാവുന്നില്ല. Bro, yours was a nice position. ഇല്ല nice position ആയിരുന്നു അല്ലേ? By the way. ഇവന്മാര് ഇങ്ങോട്ട് ക്രോസ് ചെയ്തില്ല. ഇവന്മാര് stuck ആയി. മണി ടോപ്സ്. എനിക്ക് 26 ബാക്കിയുള്ളവന്മാരൊക്കെ എന്തിടാ? 20 വരെ പോയി. നിന്നെ ഞാൻ അറിയിക്കടാ ഫാൽക്കൺ നിന്നെ മുട്ടയില്. ഇവനെ പൊക്കേടാ, അവനെ കൊണ്ടുപോവാ. നിനക്ക് വലിച്ചൂരിപ്പോ ഒരു ചാൻസ് തരാം. വലിച്ചൂരിപ്പൊക്കെ ഞാൻ ഈ തോൽവി സമ്മതിച്ചോളാം വിചാരിച്ചോളാം. എന്തായാലും ചത്താ പച്ച. സ്വപ്നം കാണുന്ന സാധനം, അതായത് നീ സ്വപ്നം കാണുന്ന സാധനമാണ്. ഞാൻ ഒരു ഓസിയും പറഞ്ഞിട്ടില്ല. ഞാൻ ഓസി അല്ല സംസാരിക്കുന്നത്, അത് എന്നോടല്ല. ഓസി അല്ലത്, ഞാൻ സ്വപ്നം കാണുന്ന കാര്യമാണ് പറഞ്ഞത്. എന്തെങ്കിലും ചരിഞ്ഞിടങ്ങണേ ഉറങ്ങോ? ഇവൻ ചത്തില്ലേ? ഇവൻ ഉറങ്ങുവാ. കള്ളത്തരം കഴിക്കേണ്ടി ബാക്കിയുള്ളവന്മാർ ഓണ്ടാവണമെന്ന് കണ്ടപ്പോഴത്തേക്കൊക്കെ ചത്തോലൊക്കെ കിടക്കുക. ഒരു ഇടി ഇടിച്ചാ വേണ്ടിക്കല്ല ഒരു ഇടി ഇടിച്ചാ. ബാക്കിയുള്ളവർക്ക് എന്തിടാ? ആൾക്കാർ കുറവാണല്ലോ ഇവിടെ. എടാ എല്ലാരും എടുത്താടാ, എല്ലാരും എടുത്താടാ. ആൾക്കാർ കുറവാണല്ലോ അവിടെ. കുറച്ചുപേരൊക്കെ മറ്റേ അതിന്റെ മണ്ടക്കിട്ട് അടിച്ചിട്ടുണ്ടോ? പാർക്കിംഗ് റോഡിന്റെ മണ്ടക്കിട്ട് അടിച്ചു. അവര് അതിനകത്ത് കൊലയാടി നമ്മുടെ അവിടെ ക്യാനുള്ള ആരെങ്കിലും മേടിച്ചോണ്ടോ? ക്യാനില്ലേ? അപ്പൊ കൂട്ടാ തൊപ്പിക്കാരാ. നമ്മുടെ പിള്ളേര് ഒരാൾ, നമ്മുടെ ഒരാളുണ്ട്. കുട്ടാ കരയല്ലേ, കുട്ടാ കരയല്ലേ, അളിയ എന്താ എന്താ പട്ടി? മൊബി ഓട്ടോർ വേണം കേട്ടോ. ഓട്ടോർ വേണമല്ലേ? അതെ അതെ. പിള്ളേരെ മറക്കല്ലേ എടുക്കണേ. വണ്ടിക്കകത്ത് ഇരുത്തട്ടാ നമ്മടെ ദൈവങ്ങൾ ഒന്ന് വരുമോ? എല്ലാ ബോഡിയും പറക്കിയോടാടിയാ എന്റെ അടുത്ത് ഇത്രയുള്ള അല്ലയാ നിന്നേക്കാ വലിയൊരു ഏപ്പരാച്ചി അപ്പുറത്ത് കിടപ്പുണ്ട്. ആ ഫാൽക്കൺ അവനെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഏഴപ്പിച്ചിട്ട് നിന്നെ ഞങ്ങൾ ബാഡ് ടോസ് എടുത്തോളാം. മനസ്സിലായോ? ആ ഒരു കാര്യം നീ ഒരു കാര്യം ചെയ്യും. നമ്മളിപ്പോ ഇന്ന് അടിച്ചതിന്റെ ഫ്രസ്ട്രേഷൻ നീയൊക്കെ പോയി രാത്രി BCCയുടെ അടുത്ത് എല്ലാം തീർക്ക്. നാളെ തൊട്ട് BCCയുടെ ഒരു 3 വട്ടം കഴിയും. ഞാൻ കൊറേ നാളെ മര്യാദക്ക് പറഞ്ഞു, വെറുതെ വേണ്ട ബ്രോ, വെറുതെ വേണ്ട. ബ്രോക്കൺ എന്തോ കണക്ക് പറഞ്ഞു. എടാ നീ അവിടെ തല്ലുള്ളി ഇവിടെ തല്ലുള്ളി, മനസ്സിലായോ? നീ കണ്ടികളൊക്കെ എവിടെ കയറിയാലും കണ്ടികൾ തന്നെ കേട്ടോ. അതെ അതെ അതെ. പൊങ്ങാരിയും കേട്ടോ കത്തിച്ചിട്ടോ. ദൈവം ദൈവം ഹലോ
ആരേലും ഉണ്ടോ? ഇവിടെ ഒരുത്തന്റെ ഭൂമിക്കടി പൊക്കൊണ്ടിരിക്കുന്നത് മറുത്തുള്ള നമ്മുടെ കൂടെ ഉള്ളവരെ എങ്ങനെ വെക്കാനാണ് ദൈവം വന്ന് ദൈവം വന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഒന്നെങ്കിൽ ഓട്ടോറിവ് ആവണം അല്ലെങ്കിൽ EMS വേണം. EMS ഇല്ലാത്തോട്ട് ഓട്ടോറിവ് ആയാലും പള്ളിക്കൊണ്ട് വേണ്ടി 2 ദിവസം തിരിച്ചാലും ഞാൻ റെഡിയാ. റയാൻ എന്തിയാ റയാൻ? ഞാനിപ്പോ ഇട്ടേക്കണ റീഷെയ്ഡ് ഉണ്ടല്ലോ, ഇത് എനിക്ക് നീ തന്നെയാ പറഞ്ഞത്. ഇത് നല്ല കളറാ. എനിക്ക് ഈ സാധനം വേണം. ഇന്ത്യ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ പഴയ പീസിയാ ഇത്. ഇതിലാ ഇത് ശരിയാക്കിയ പണ്ട് ഓർമ്മ. വണ്ടീന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റ് അടുത്ത്. വണ്ടി കെട്ടിക്കടാ, എന്റെ വണ്ടി കിട്ടി. ഈ വണ്ടി കെട്ടി എന്തിയെ? ഞാൻ കാര്യം പെട്ടെ, എന്തിനാടാ ഈ മഞ്ഞ? എടാ ഓൾറെഡി MRCയുടെ കളർ മഞ്ഞയാണ്. അതിന്റെ ഇടയ്ക്ക് കൂടി എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. ഈ മഞ്ഞ സാമാൻ എന്തിനാ എടുത്തിട്ടത്? മാറി കാരണം മഞ്ഞ വേണം. ഞാൻ ഇതിന് മാത്രം വേണ്ട. കറക്റ്റ് MRC. എന്താണ് അവന്റെ പൈസ ഇല്ലേ? കാശ് തരട്ടെ ബച്ചാനെ, കാശ് തരട്ടെ. മണി ടാക്സ്. എടാ അവൻ കുറച്ച് TD വിചാരിച്ചിട്ടുണ്ട് അവിടെ. ഭയങ്കര നേരത്തെ ആണല്ലോ നീ. എന്ത് പറയാലോ ചത്താ പച്ച. എടാ ഇതൊന്നല്ലടാ, എടാ ജൂഡ് എയറിലോട്ട് വെടിയിച്ചടാ. ഇവ ഇപ്പൊ തന്നെ ഡിപ്രഷൻ അടിച്ച് ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോ. ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ഈ ഇപ്പൊ FI അടിച്ചാലും പോയി കഴിഞ്ഞാൽ വലിച്ചിട്ട് എടാ ആക്ച്വലി ഒരുത്തും കത്തി പോയിരുന്നടാ. അവൻ വന്ന ഇവിടെ കട്ടാനാന്ന് ഇറങ്ങിപ്പോയാ പേടിച്ചിറങ്ങിപ്പോയാന്ന് പറയും. നിന്നാ ഇനി മുട്ടേനെ ഏൽപ്പിക്കും. ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇവര് കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് എനിക്കെന്നെ സഹിക്കുന്നില്ലല്ലോടാ. ഫാൽക്കൺ എപ്പോഴും ലീഡറിന്റെ പേരൊക്കെ മാറിപ്പോടാ പറയുമ്പോ. പണ്ട് തൊട്ട് അങ്ങനെ ആണല്ലേ? ചരിത്രമൊക്കെ ഉണ്ട് അങ്ങനെ.